ബുദ്ധിയുള്ള ആട്. നവാപൂർ എന്ന ഗ്രാമത്ത് ഒരു കർഷകന്റെ വീട്ടിൽ നീലു എന്നു പേരുള്ള ഒരാടുണ്ടായിരുന്നു. അതിന് 3 കുട്ടികളും ഉണ്ടായിരുന്നു. തന്റെ കുട്ടികളെ ഓർത്ത് ആട് വല്ലാതെ വിഷമിച്ചിരുന്നു. അതിനു കാരണം ഗ്രാമത്തിനടുത്തു തന്നെ ഒരു വലിയ വനമുണ്ടായിരുന്നതാണ്. തന്റെ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ വനത്തിലേക്കെങ്ങാനും ഓടിപ്പോകുമോ എന്നാണ് ആട് പേടിച്ചിരുന്നത്. കാട്ടിലെ മൃഗങ്ങൾ കുട്ടികളെ തിന്നാലോ? ഈ പേടി കാരണം ആട് തന്റെ കുട്ടികളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും. കുട്ടികൾ കാടിന്റെ ഭാഗത്തേക്ക് പോകാതെ സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം ആട്ടിൻകുട്ടി കർഷകന്റെ മകൻ ഒരാളോട് സംസാരിക്കുന്നത് കണ്ടു. കാട് മുഴുവനും പച്ച പുല്ലുകൾ കൊണ്ട് നിറഞ്ഞതാണെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ട ആട്ടിൻകുട്ടിക്ക് കാട് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പച്ച പുല്ലുകൾ കാണണമെന്ന് തോന്നി. അത് ആരും കാണാതെ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇതിനെക്കുറിച്ച് ആടിന് മനസ്സിലായപ്പോൾ അത് വല്ലാതെ ടെൻഷനായി. ഉടൻ തന്നെ തന്റെ കുട്ടിയെ തേടുവാനായി പുറപ്പെട്ടു. ആട്ടിൻകുട്ടി കളിച്ചുകൊണ്ട് കാട്ടിലൂടെ കുറേ ദൂരം നടന്നുപോയിരുന്നു. അപ്പോൾ കുറേ കഴുതപ്പുലികൾ ആട്ടിൻകുട്ടിക്ക് ചുറ്റും കൂടി. ഇത് കണ്ടപ്പോൾ ആട്ടിൻകുട്ടി പേടിച്ചു വിറച്ചു. അത് ഉറക്കെ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. തന്റെ അമ്മയെ വിളിക്കുകയായിരുന്നു. ഇത് കണ്ട് കഴുതപ്പുലികൾ എല്ലാവരും ചിരിച്ചു. കൊള്ളാം, ഇത്രയും നല്ലൊരു കുഞ്ഞാടിനെ എനിക്ക് കഴിക്കാൻ കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെയല്ലേ നമുക്ക് ഈ ഭക്ഷണം കിട്ടിയത്. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം. എന്റെ പിറന്നാളായത് കൊണ്ട് എനിക്ക് കിട്ടിയ സമ്മാനമായിരിക്കും ഇത്. പിറന്നാൾ ആഘോഷമൊക്കെ ഇന്നലെ തീർന്നു എന്നാണല്ലോ കരുതിയത്. പക്ഷേ ഇപ്പോ ഇന്ന് തുടങ്ങുന്നത് പോലെയാണല്ലോ. ഇതിനെ കാണുമ്പോഴേ എന്റെ വായിൽ വെള്ളം ഊറുന്നു. ഒരുപാട് ചിരിക്കണ്ട. കാട്ടിലെ രാജാവ് പുറത്തേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് രാജാവിനെ പിടിക്കാൻ പറ്റുമോ? കാട്ടിലെ രാജാവോ? സിംഹത്തിനെ? എന്താ പിടിക്കാൻ പറ്റില്ലേ? എത്ര കാലോ നിങ്ങൾ ഇങ്ങനെ ആടിനെ മാത്രം പിടിച്ചു ജീവിക്കുക? നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു സിംഹത്തെ പിടിക്കേ. എന്റെ കുട്ടിയെ തിന്നാൽ നിങ്ങൾക്ക് എന്താകാനാ? നിങ്ങളുടെ 4 പേരുടെയും വിശപ്പടങ്ങുകയില്ല. പുറത്തെല്ലാരും എന്താ സംസാരിക്കുന്നേന്നറിയോ? കഴുതപ്പുലികൾക്ക് ധൈര്യമില്ലത്രേ. അവരെ ഒന്നിനും കൊള്ളില്ല. അവരൊക്കെ വേസ്റ്റ് ആണത്രേ. ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നോ? ഞങ്ങൾ വിചാരിച്ച കാട്ടിലെ രാജാവിനെ പോലും മുട്ടുകുത്തിക്കും. കാണണോ നിനക്ക്? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കൂടെ? സിംഹത്തെ കൊന്നാൽ നിങ്ങൾക്ക് രാജാവാകാലോ. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് അടിമയാകും. എന്തു പറയുന്നു? ചെറിയ മൃഗങ്ങൾ മുതൽ വലിയ മൃഗങ്ങൾ വരെ എല്ലാവരും നിങ്ങൾക്ക് അടിമയാകും. ഇത് കേട്ട കഴുതപ്പുലികൾ ആലോചിക്കുവാൻ തുടങ്ങി. സിംഹത്തെ വേട്ടയാടുവാൻ തീരുമാനിച്ചു. കേട്ടല്ലോ, നമുക്കും കാട്ടിലെ രാജാവായി കാണിക്കാം. നിങ്ങളൊക്കെ എന്തു പറയുന്നു? അതെ, അപ്പോഴെല്ലാവരും നമ്മളെ കണ്ട് പേടിക്കും. പക്ഷേ കാട്ടിലെ രാജാവിനെ ഇല്ലാതാക്കുന്നത് അത്രയ്ക്ക് എളുപ്പമാണോ? ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് ഒരു റിസ്ക് എടുത്ത് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തേ? ഇങ്ങനെ പറഞ്ഞ് 4 കഴുതപ്പുലികളും സിംഹത്തിന്റെ ഗുഹയിലേക്ക് പുറപ്പെട്ടു. അവർ പോയ ഉടൻ തന്നെ ആട് തന്റെ കുട്ടിയോടൊപ്പം അവിടുന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി കാടിന്റെ പകുതി ഭാഗത്തെത്തി. കുറെ ഓടി ഓടി കഴിഞ്ഞപ്പോൾ അവർ വല്ലാതെ തളർന്നുപോയി. ഇപ്പോൾ സിംഹം അതുവഴി വന്നു. ഇവരെ കണ്ട് സിംഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. സിംഹം അടുത്തു വന്നു നിന്നു. സിംഹത്തെ കണ്ട ആട്ടിൻകുട്ടി പേടിച്ചു വിറച്ച് അമ്മയുടെ പുറകിൽ ഒളിച്ചു. ഒറ്റച്ചാട്ടത്തിന് സിംഹം കൂടുതൽ അടുത്തു വന്നു നിന്നു. ദേഷ്യത്തോടെ ആടിനെയും ആട്ടിൻകുട്ടിയെയും മാറി മാറി നോക്കി. എന്തുപറ്റി സിംഹരാജൻ? അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിനക്കറിയില്ലേ, നീയല്ലേ ആ ചെന്നായ്ക്കളെ എന്റെ അടുത്തേക്ക് അയച്ചത്? ഇപ്പോഴവരുടെ സ്ഥിതി എന്താണെന്ന് അറിയോ? ഇല്ല, അതൊക്കെ പോട്ടെ. അങ്ങയുടെ ഭാര്യ സിംഹം എവിടെ? അതെന്തിനാ നീ ചോദിക്കുന്നത്? കഴിഞ്ഞ തവണ ഈ കാട്ടിലേക്ക് ഞാൻ എന്റെ കുട്ടികളോടൊപ്പം പിക്നിക്കിനായി വന്നപ്പോ അങ്ങയുടെ ഭാര്യ എന്റെ ഫ്രണ്ടായി മാറി. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അവർക്ക് സുഖാണോ? അവർക്ക് തീർച്ചയായും എന്നെ ഓർമ്മയുണ്ടാവും. അവർക്ക് എന്നെയും എന്റെ കുട്ടികളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. അടുത്ത തവണ വരുമ്പോ ഞാൻ തീർച്ചയായും അവരെ വന്ന് കാണാം. നീ പറയുന്നതൊക്കെ ശരിയാണോ? സത്യമാണ്.
അങ്ങ് ഞങ്ങളെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അങ്ങയുടെ ഭാര്യ അങ്ങയോട് ദേഷ്യപ്പെടും. അങ്ങയുടെ ഭാര്യയുടെ സുഹൃത്തായ എന്നെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങേക്ക് ഞങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് തന്നെ തീരുമാനിച്ചോളൂ. അങ്ങയുടെ ഭാര്യ ദേഷ്യപ്പെടാതെ നോക്കിക്കോ. അങ്ങയുടെ ഭാര്യയ്ക്ക് എന്റെ കുട്ടികളെ ഒരുപാട് ഇഷ്ടാ. അങ്ങയുടെ ഭാര്യ നല്ല മനസ്സുള്ള ആളാ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങയുടെ ഭാര്യ അങ്ങയെ വെറുതെ വിടില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എല്ലാം അങ്ങയുടെ ഇഷ്ടം. അതിനുശേഷം സിംഹം ഭാര്യയെ പേടിച്ച് ആടിനെ ഒന്നും ചെയ്തില്ല. തനിക്ക് ഈ കാട്ടിൽ മറ്റൊരു സുഹൃത്തു കൂടിയുണ്ടെന്ന് പറഞ്ഞു. അതൊരു കാക്കയാണെന്നും പറഞ്ഞു. ആ കാക്കയെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു. ഞങ്ങളുടെ സുഹൃത്തായ കാക്ക അങ്ങയുടെ ഭാര്യയ്ക്കും സുഹൃത്താണ്. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ. ഇപ്പോഴെനിക്ക് നിന്നെ വിശ്വാസമായി. എന്തായാലും നന്നായി നീ ഇതാദ്യമേ എന്റെ അടുത്ത് പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയേനെ. എന്റെ സിംഹറാണി എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ്. നിങ്ങൾക്ക് പോകാം, ഞാനൊന്നും ചെയ്യില്ല. ഞാൻ നിങ്ങളെ കണ്ട് സംസാരിച്ചത് പോലും നിങ്ങൾ അവരടുത്ത് പറയരുത്, മനസ്സിലായോ? ഇതൊക്കെ വിശ്വസിച്ച് സിംഹരാജൻ അവിടെ നിന്ന് പുറപ്പെട്ടു. സിംഹം പോയതിനു ശേഷം ആട് തന്റെ കുട്ടിയോടൊപ്പം വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടി വരുന്ന വഴിക്ക് അവിടെ സിംഹറാണി എത്തി. സിംഹറാണിയെ കണ്ട ആട് വീണ്ടും പേടിച്ചു. സിംഹറാണിയെ കണ്ട് പേടിച്ചു വിറച്ച് ആട്ടിൻകുട്ടി തന്റെ അമ്മയുടെ പുറകിൽ പോയി ഒളിച്ചു. കൊള്ളാം, നിങ്ങളെ രണ്ടുപേരെയും വേട്ടയാടി കൊണ്ടുപോയാൽ എന്റെ ഭർത്താവ് ഒരുപാട് സന്തോഷിക്കും. നിങ്ങളെ കണ്ടത് നന്നായി. എന്താ? ഞങ്ങൾ സിംഹരാജാവിന്റെ സുഹൃത്തുക്കളാ. ഞങ്ങളെ നിങ്ങളെ വേട്ടയാടണമെന്ന് വിചാരിച്ചത് അദ്ദേഹം അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാൽ എന്താവും? അറിഞ്ഞാ വലിയ പ്രശ്നാവും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വേട്ടയാടാൻ പാടില്ലല്ലോ. ഇതറിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെടും. ഞങ്ങൾ സിംഹരാജാവിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും സിംഹരാജാവിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാ നിങ്ങളെക്കുറിച്ച് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അതെയോ? സിംഹരാജൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നോ? അതെ, ഒരു ദിവസം അദ്ദേഹം ആപത്തിലകപ്പെട്ടപ്പോൾ ഞാനും എന്റെ കുട്ടിയുമാണ് രക്ഷിച്ചത്. അതെയോ? എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞങ്ങളെ ഇവിടെ കണ്ടതും ഞങ്ങളെ പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞതും ഒന്നും അദ്ദേഹം അറിയണ്ട. അറിഞ്ഞ അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെടും. അത് നിങ്ങൾക്ക് ആപത്തായി മാറും. ഞാനും സിംഹരാജാവും എങ്ങനെയാ സുഹൃത്തുക്കളായെന്നറിയണോ? അതിന് കാരണം ഒരു മുയലാണ്. അങ്ങനെയല്ലേ മുയൽ? കണ്ടോ, ഒരു ദിവസം അദ്ദേഹം ആപത്തിലായിരുന്നപ്പോൾ ഞാനും മുയലുമാണ് രക്ഷിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടി കൊണ്ടുപോകുമായിരുന്നു. നല്ല കാലം സിംഹരാജാവിനെ നിങ്ങൾ രക്ഷിച്ചു. ഇതൊക്കെ വിശ്വസിച്ച് സിംഹറാണിയും അവിടെ നിന്ന് പുറപ്പെട്ടു. നല്ല കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അമ്മയും കുഞ്ഞും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി വീട്ടിലെത്തുന്നതുവരെ ഇടയ്ക്കെവിടെയും നിന്നതുപോലുമില്ല. ഓടിക്കൊണ്ടേയിരുന്നു. അവസാനം തന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. തന്റെ മറ്റു കുട്ടികളോട് നടന്നതെല്ലാം പറഞ്ഞ് ഇനിയെങ്കിലും ഒരുപാട് സൂക്ഷിക്കണമെന്നും പറഞ്ഞു. അമ്മേ, അമ്മ കാട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് പേടിച്ചു. ഞങ്ങളും അങ്ങോട്ട് വരാന്ന് കരുതിയതാ. അങ്ങനെയൊന്നും കരുതരുത്. ഞാൻ പോയതേ തെറ്റാ. എന്നെ രക്ഷിക്കാൻ അമ്മ ഓടി വന്നു. ഇനിയെങ്കിലും നമ്മൾ എല്ലാവരും അമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കണം. അതെയോ? അമ്മയാണോ രക്ഷിച്ചത്? ദേ നോക്കൂ കുട്ടികളെ, നമുക്ക് ചുറ്റും ഒരുപാട് ആപത്തുണ്ട്. അതിൽ നിന്നൊക്കെ ബുദ്ധിയോടെ പുറത്തു വരണം. നമ്മളെ രക്ഷിക്കാൻ നമുക്കെന്നും അറിയണം. ആപത്ത് വരുമ്പോൾ പേടിക്കരുത്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. ശത്രുക്കളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതുകൊണ്ട് എല്ലാവിധത്തിലും ശ്രമിക്കണം. നമ്മൾ പേടിക്കുന്നുണ്ടെന്ന് ശത്രുക്കൾ ഒരിക്കലും മനസ്സിലാക്കരുത്.